ഹലോ ഗായ്സ്, വെൽക്കം ടു സ്റ്റൈൽ. അപ്പം ഇന്ന് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ഗായ്സ്. അങ്ങനെ ഇന്നലെ പോയതാണ്. അങ്ങനെ പോന്നപ്പോൾ ഞങ്ങൾ ഈവനിങ് ടൈം ആയപ്പോൾ ഞങ്ങൾ ബഡ്ജറ്റ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ചേരി ഇന്ന് ഭയങ്കര ഓഫർ ഉണ്ട് കേട്ടപ്പോഴാണ് കയറിയത്. ഇവിടെ കയറുമ്പോൾ തന്നെ എനിക്ക് അലിഫ് ഹൈപ്പർ മാർക്കറ്റാണ് ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെയും കാവയൂർ അലിഫ് ഹൈപ്പർ മാർക്കറ്റും അതുപോലെ ഇവിടെയും ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് സാധനങ്ങളെല്ലാം ഇഷ്ടമുള്ള കാലത്തുനിന്ന് അവിടുന്ന് ബാക്കിലായിട്ട് എല്ലാം ഉണ്ടാവും. ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഗൈസ്. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റൊക്കെ ആയിട്ട് ഒരു ഓർഗനൈസ്ഡ് അല്ലാതെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനത്തെ ഷോപ്പ് ഇഷ്ടമല്ല. അങ്ങനെ ഇവിടെയും ബഡ്ജറ്റും ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം ഷോപ്പിംഗ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ മഞ്ചേരി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്താ കുറേ സാധനം വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ കാണുന്നില്ല. ഞാൻ വീട്ടിലെത്തിയിട്ടെല്ലാം കാണിച്ചു തരാം ഗൈസ്. എല്ലാം കാണിച്ചു തരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നിഫ് ഇവിടെ ചോക്കോബാർ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് പൈസ കൊടുത്തു എന്ന് വെച്ചാൽ അതിൻ്റെ കവറിൻ്റെ ഇവിടെ ബില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കവർ കൊടുത്തിട്ട് അങ്ങനെ ഇവിടുത്തെ ഈ ഫ്ലവർ വൈസൊക്കെ നോക്കുമ്പോൾ ഞങ്ങളതാ ദിയനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ കണ്ടു, സംസാരിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് ഉമ്മച്ചിനെ കണ്ടത്. അപ്പം ഉമ്മച്ചിനെ കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ ബാഗ് ജസ്റ്റ് എടുക്കുന്നതുള്ളൂ, ഇനി വിളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അങ്ങനെ എല്ലാം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒരു കവറിലൊക്കെ ഇട്ട് അങ്ങനെ വണ്ടിയിൽ അവിടെ വെച്ച് ഡിക്കിയിൽ കയറ്റിയിട്ട് ഞങ്ങളിതാ പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട സാധനമാണ്. പക്ഷെ അവിടെ വാങ്ങിത്തരാൻ പറഞ്ഞാൽ ഇത്ര വൃത്തിയുള്ള സാധനമായിട്ട് പക്ഷെ വാങ്ങിത്തരില്ല. ബട്ട് ഞാൻ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ബഡ്ജറ്റിന് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഡീസലൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നഗറ്റ്സ്, ടാങ്ക്, മാഗി അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടിയും കാണിച്ചു തരാൻ കഴിയില്ല, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഇതാ മെസ്സിക്ക് കുട്ടികൾക്കൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസും അരികളും അങ്ങനെ ചെറിയ 2 ക്രാബൊക്കെ വാങ്ങിയിട്ടുണ്ട്. 1000 ആണ് ബില്ല് വന്നത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ബൈ.